ഇപ്പോൾ ആനന്ദകുമാറിന്റെ വസതിയിൽ റെയ്ഡ് നടക്കുന്നുണ്ട്. അവിടെ നിന്നും അമൽ തേൻപറമ്പിൽ ഒപ്പം ചേരുന്നു വിവരങ്ങളുമായി. അമൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആനന്ദകുമാറിന്റെ സായിഗ്രാമത്തിന്റെ ഓഫീസാണ് ഇവിടെയുള്ളത്. ആ ഓഫീസിനകത്തേക്ക് ഉദ്യോഗസ്ഥർ കടന്നു പോയിട്ടുണ്ട്. ആ ഉദ്യോഗസ്ഥർ അകത്തേക്ക് കടന്നു പോകുന്നു. അവർ ഇത് തൊട്ടപ്പുറയാണ്, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഇവിടെ ആനന്ദകുമാർ താമസിക്കുന്ന സ്ഥലവുമുള്ളത്. ഇവിടെ ആദ്യം 2 ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. വന്ന ഉദ്യോഗസ്ഥർ ആദ്യം വീടിനുള്ളിൽ പോയി ആനന്ദകുമാറിനോട് സംസാരിച്ച് പിന്നീട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തി ഈ ഓഫീസിനകത്തേക്ക് കടന്നു പോയിട്ടുണ്ട്. അവിടെ വിശദമായി തന്നെ പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത്രയധികം ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആ സംഘത്തിലുണ്ട്. അവർ 2 വാഹനങ്ങളിലായാണ് അല്പസമയങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് എത്തിയത്. എന്തായാലും ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആനന്ദകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇപ്പോൾ വിപുലമായി തന്നെയുള്ള റെയ്ഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളം നടക്കുന്നത്. അത് അനന്തകൃഷ്ണന്റെ ഓഫീസടക്കം അതോടൊപ്പം തന്നെ സായിഗ്രാമത്തിന്റെ ഓഫീസിലടക്കം റെയ്ഡ് നടക്കുന്നു. ഇതിന് സമാന്തരമായി തന്നെ ഇത് അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസാണ്. ഇതിന് ചേർന്ന് തന്നെ ഇതല്ലാതെ തന്നെ സായിഗ്രാമത്തിന്റെ പ്രധാന ഓഫീസും കേന്ദ്രങ്ങളും എല്ലാം പോത്തൻകോടുണ്ട്. അവിടെയും പരിശോധന നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇവിടെ എന്തായാലും ഇപ്പോൾ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആനന്ദകുമാറിന്റെ വീടിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ശരി അമൽ, ആനന്ദകുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിലും സായിഗ്രാമത്തിന്റെ ഓഫീസിലും അടക്കം റെയ്ഡ് പുരോഗമിക്കുകയാണ്. തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇതുമായി നേരിട്ട് തനിക്ക് ബന്ധമില്ല, തന്നെ രക്ഷാധികാരിയാക്കി അല്ലെങ്കിൽ ഒരു ഉന്നത പദവി നൽകി ഇരുത്തുക മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് അതിൽ നിന്നും പിന്മാറി രാജിവെച്ചു എന്നൊക്കെയാണ് ആനന്ദകുമാർ തുടക്കത്തിലെ പറഞ്ഞിരുന്നത്. പക്ഷേ വളരെ വ്യക്തമായ പങ്ക് ഇക്കാര്യത്തിലൊക്കെ ഉണ്ട്. ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ആനന്ദകുമാർ എന്നത് പിന്നീട് പുറത്തേക്ക് വരികയായിരുന്നു, അല്ലേ അമൽ? രാവിലെ 7 മണിക്കാണ് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഡിയുടെ റെയ്ഡ് നടക്കുകയാണ്. അടിയന്തര റെയ്ഡിൽ അനന്തകൃഷ്ണന്റെ വസതിയിലും ഓഫീസുകളിലടക്കം റെയ്ഡ് നടക്കുന്നു. ഒപ്പം ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്ന് പറയുന്ന ലാലി വിൻസെന്റിന്റെ വീട്ടിലും ആനന്ദകുമാറിന്റെ വീട്ടിലും സായിഗ്രാമത്തിന്റെ ആനന്ദകുമാറിന്റെ വസതിയിലും റെയ്ഡ് നടക്കുന്നു. സായിഗ്രാമം ഓഫീസിലും വസതിയിലും റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ അവിടെ നിന്നും തുടരുന്നുണ്ട്. അമൽ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ആനന്ദകുമാറാണ് ഇത് അനന്തകൃഷ്ണനുമായി ചേർന്ന് ഈ കാര്യങ്ങൾ തട്ടിപ്പുകളിലെ ബുദ്ധി കേന്ദ്രം എന്ന വാർത്ത പുറത്തേക്ക് വന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിഷേധിക്കാനാവാത്ത വിധത്തിൽ ഈ പങ്ക് തെളിയുകയാണ്. ഈ ഇഡി റെയ്ഡോടുകൂടി വീണ്ടും ചില കാര്യങ്ങൾ കൂടി അവിടെ നിന്ന് കണ്ടെത്താനാകുമെന്നാണോ കരുതുന്നത്? ബന്ധപ്പെട്ട പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട പങ്ക് ഉള്ള ആളുകളുടെ എല്ലാം കേന്ദ്രങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുന്ന അവസ്ഥ. ഇതിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സായിഗ്രാമം സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശാസ്തമംഗലത്തെ ഓഫീസിലാണ് ഇപ്പോൾ ഇഡിയുടെ സംഘം പ്രവേശിച്ചിരിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അവർ വീടിനകത്തേക്ക് കയറിയിട്ടുള്ളത്. പരിശോധന ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് 17 ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നു. ആനന്ദകുമാറിനെ സംബന്ധിച്ചിടത്തോളം ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം ആനന്ദകുമാറിന്റെ പ്രാഥമിക വിവരശേഖരണം നടത്തി എന്നതിനപ്പുറത്തേക്ക് ആനന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള അല്ലെങ്കിൽ ഈ കേസിൽ പ്രതിയേർത്ത് മുന്നോട്ട് പോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം 1ാം അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അതിനിടെയാണ് ഇഡിയുടെ അപ്രതീക്ഷിതമായ നീക്കം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്.
ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോയതുപോലെ അല്ല, കൂടുതൽ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് ED മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലും EDയുടെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുന്നത്. ഇവിടെ മാത്രമല്ല, നേരത്തെ ബിജു പങ്കജും ജെയിനും എല്ലാം സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയിലും അതോടൊപ്പം തന്നെ എറണാകുളത്തുമൊക്കെയായി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം സംശയിക്കുന്ന മുഴുവൻ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടക്കുകയാണ്. ഈ റെയ്ഡിൽ നിർണായക വിവരങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയാണ് EDക്കുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് EDയുടെ കേസിന് മുൻപ് തന്നെ ക്രൈംബ്രാഞ്ചിൻ്റെ കേസന്വേഷണം സമാന്തരമായി നടക്കുന്നുണ്ട്. പക്ഷേ ക്രൈംബ്രാഞ്ചിൻ്റെ കേസന്വേഷണത്തിൽ പലവിധ പരാതികളും ഈ പരാതിക്കാർ തന്നെ ഈ തട്ടിപ്പിന് ഇരയായ ആളുകൾ തന്നെ അത്തരത്തിലുള്ള പരാതി ഉന്നയിച്ച് രംഗത്തെത്തുകയും ചെയ്തു. അതിനിടയിലാണ് ഇപ്പോൾ EDയുടെ ഒരു അപ്രതീക്ഷിത നീക്കം ഉണ്ടാകുന്നത്. ആനന്ദകുമാറിൻ്റെ വീട്ടിലും അതോടൊപ്പം തന്നെ സായിഗ്രാമത്തിൻ്റെ ഓഫീസിലും ഇപ്പോൾ ഒരേ സമയം പരിശോധന പുരോഗമിക്കുകയാണ്. മോദി ഓഫീസിലും സായിഗ്രാമത്തിന്റെ ഓഫീസിലും ആനന്ദകുമാറിന്റെ വസതിയിലും ഒരേ സമയം റെയ്ഡ് പുരോഗമിക്കുകയാണ്. സാമ്പത്തിക ക്രമക്കേടുകൾ, തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് EDയുടെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ കേസുമായി ബന്ധപ്പെട്ട വിവിധ ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നത്. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ആനന്ദകുമാറിന്റെ വസതിയിലും സായിഗ്രാമത്തിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കുന്നത്. കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനമായി അന്വേഷിക്കുന്നത്. അനധികൃത സാമ്പത്തിക തട്ടിപ്പ്, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും കണ്ടെത്താനാകുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. വളരെയധികം രാഷ്ട്രീയ ഉൾപ്പെടൽ കൂടി രാഷ്ട്രീയ നേതാക്കളുടെ ഉൾപ്പെടൽ കൂടി ഇതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിവരം പല ഭാഗത്തുനിന്ന് ഉയരുന്നു എങ്കിലും അതിൽ വ്യക്തമായ തെളിവുകളാണ് ഇനി ലഭ്യമാകേണ്ടത്. ലാലി വിൻസെന്റ് ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ചു എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് 40 ലക്ഷത്തിലധികം രൂപ, 45 ലക്ഷത്തിന് മേലെ തുക കൈപ്പറ്റി, അത് ഏതു വകുപ്പിലാണ്, ഇതിൽ എന്താണ് ലാലി വിൻസെന്റ് റോൾ എന്നാണ് ഹൈക്കോടതി ചോദിച്ചിരുന്നത്. അതിലൊക്കെ ഒരു വ്യക്തത ഇതോടുകൂടി വരുമായിരിക്കുമെന്ന് കരുതാം. അക്കൗണ്ട് വഴിയാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് ലാലി വിൻസെന്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അക്കൗണ്ട് വഴി കൈപ്പറ്റിയിരുന്നു എങ്കിലും എന്ത് സേവനം, എന്ത് റോളിനാണ് ഈ തുക കൈപ്പറ്റിയത് എന്നത് വ്യക്തമാവേണ്ടതുണ്ട്. മറ്റേതെങ്കിലും പ്രമുഖർക്ക് ഇതുമായി ബന്ധമുണ്ട് എങ്കിൽ അതും വ്യക്തമായി തന്നെ പുറത്തേക്ക് വരേണ്ടതുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വെളിച്ചത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ പ്രമുഖർക്ക് പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകൂ. ആരിലേക്കൊക്കെ ഈ പിരിച്ചെടുത്ത പണം ഒഴുകിയിട്ടുണ്ട്, കള്ളപ്പണം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആരിലേക്കൊക്കെ, ആരു വഴിയാണ് ഇടപാടുകൾ നടത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. വിശദാംശങ്ങളാണ് നമ്മുടെ പ്രതിനിധികളായ ബിനിലും അമൽ തേനമ്പറമ്പിലും നൽകിക്കൊണ്ടിരിക്കുന്നത്.